ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, സ്കൂളിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഒക്യുപ്പേഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അപ്പം എന്തൊക്കെയായിരിക്കാം അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് നമസ്കാരം, ഞാൻ നവ്യ, അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറിനെ പറ്റിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാറ്റമോ ഒക്കെ സംഭവിക്കുമ്പം അതിനോട് നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞ കണ്ടീഷൻ. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും പല സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഒക്കെ നമുക്കൊരു മിനിമം കപ്പാസിറ്റി ഉണ്ട് ആ ഒരു സാഹചര്യത്തിന് ഹെൽത്തി ആയിട്ട് കോപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. ഇപ്പോൾ ചില ആളുകൾ അത് ടൈം എടുക്കുമെങ്കിലും അവർക്കത് അഡ്ജസ്റ്റ് ആയി പോവാറുണ്ട്, അല്ലെങ്കിൽ അവർ ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് പോവാറുണ്ട്. ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ ഉള്ള ആളുകളിൽ ഇവർക്ക് എത്ര കണ്ടായാലും ആ ഒരു സാഹചര്യത്തിനോട് പൊരുത്തപ്പെടാൻ പറ്റാതെ വരും. സാധാരണയായിട്ട് ഒരു ലൈഫ് ഇവൻ്റ് നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ഇവൻ്റ് നടന്നു കഴിഞ്ഞു ഒരു മാസത്തിനകം തന്നെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. ഏകദേശം ഒരു 6 മാസക്കാലത്തോളം ഇതിൻ്റെ ലക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. 6 മാസത്തിന് അപ്പുറം ഈ സിംറ്റംസ് ഒക്കെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മളത് മറ്റു പല കാറ്റഗറിയിലേക്കുമാണ് ഉൾപ്പെടുത്താറുള്ളത്. ഇതുപോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ വർഷങ്ങളുടെ കൗൺസിലിംഗ് മേഖലയിലെ പരിചയവും കേരളത്തിൽ തന്നെ ഒന്നാമതായും നിൽക്കുന്ന സൈക്കോളജിസ്റ്റുകളുടെ സേവനം അബ്സല്യൂട്ട് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ഓഫ്ലൈൻ കൗൺസിലിംഗ് സെന്ററുകളിലെത്തി സൈക്കോളജിസ്റ്റുകളെ നേരിട്ട് ലഭ്യമാക്കുന്നതിനും ഓൺലൈൻ ബുക്കിങ്ങിനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടാതെ സംശയങ്ങൾ പരിഹരിക്കാനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അബ്സല്യൂട്ട് മൈൻഡ്, എ കംപ്ലീറ്റ് കെയർ ഫോർ യുവർ മൈൻഡ്. എന്തൊക്കെയായിരിക്കാം നമ്മളുടെ ലൈഫിൽ നടക്കുന്ന മാറ്റങ്ങൾ? ഇപ്പം ഞാനൊരു കേസ് പറയാം. എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ ടീച്ചറാണ്. ഇപ്പോൾ ജോലി കിട്ടിയ ആൾക്ക് വിദേശത്തേക്ക് പോവേണ്ടി വന്നു. അപ്പോൾ വിദേശത്ത് പോയ സമയത്ത് ആൾ കുറേ കൂടെ ഹാപ്പി ആയിരുന്നു. കാരണം കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് കിട്ടുമെന്നും കുറച്ചും കൂടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആൾ പുറത്ത് പോയത്. അപ്പോൾ പുറത്ത് പോയി ആൾ സ്കൂളിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു സാഹചര്യത്തിനോട്, അപ്പോൾ ആൾ മുന്നേ നാട്ടിൽ പഠിപ്പിച്ച സ്ഥലവും അവിടെ പുതിയ സ്കൂളുമായിട്ട് ആൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചറും നമ്മളുടെ നാട്ടിലൊരു വർക്കിംഗ് കൾച്ചറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഒട്ടും ആളുടെ കൊളീഗ്സ് ഒന്നും ആളോട് ഒരു രീതിയിലും സഹകരിക്കുന്നില്ല. ആൾക്കൊരു ഇമോഷണൽ കണക്ഷൻസ് ഒന്നും അവിടെ, ഒരു ഇമോഷണൽ കണക്ഷൻസ് ആവട്ടെ അല്ലെങ്കിൽ സപ്പോർട്ട് ആവട്ടെ ഒന്നും ആൾക്ക് അവിടെ കിട്ടുന്നില്ല. അപ്പം ആൾക്ക് പതുക്കെ ആ ഒരു എൻവയോൺമെൻറ്റ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവാൻ തുടങ്ങി. അപ്പം ഇത് പതുക്കെ ആളുടെ ലൈഫിനെ അല്ലെങ്കിൽ ജീവിത രീതിയെ ബാധിക്കാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്ക് എപ്പോഴും വിഷമം, ഒരു തരത്തിലും ആ പോയ സന്തോഷമൊന്നുമില്ല. അതായത് ജോലിക്ക് വേണ്ടി പോയ സന്തോഷമൊന്നും ആൾക്ക് അതൊക്കെ പതുക്കെ പോകാൻ തുടങ്ങി. എപ്പോഴും ടെൻഷനായി, നാളെ സ്കൂളിൽ പോകണമല്ലോ. അപ്പം തലേന്ന് രാത്രി തന്നെ തുടങ്ങും, അയ്യോ നാളെ സ്കൂളിൽ പോകണമല്ലോ, ഇനിയും ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ പോകണമല്ലോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബേജാറ് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി പോലെയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ മാത്രമല്ല ആൾ പതുക്കെ ബാക്കിയുള്ളവരുടെ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ആൾക്ക് പല ഏരിയയിലും, ആളുടെ ലൈഫിലെ പല ഏരിയയിലെയും ബാധിക്കാൻ തുടങ്ങി. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ പല സ്ട്രെസ് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം അതിൽ അങ്ങനെയൊരു കേസാണ് ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആളുടെ ഒരു എൻവയോൺമെൻറ്റ്, അതായത് ഒരു സേഫായിട്ടുള്ള അയാളുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് വേറൊരു എൻവയോൺമെൻറ്റിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഡിഫിക്കൽട്ടി. അപ്പോൾ ഇത് കൂടാതെ തന്നെ ചിലപ്പോൾ നമ്മളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോകുന്നതോ അല്ലെങ്കിൽ നമുക്ക് അവരെ നഷ്ടപ്പെട്ടു പോകുന്നതോ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ കാരണമാണ്. മാത്രമല്ല ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, സ്കൂളിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഒക്യുപ്പേഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല
ചില ഫിസിക്കൽ ഇൽനെസ്സുകൾ വരുന്ന സമയത്തും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എന്തൊക്കെയായിരിക്കാം അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്കൊരു ഡിപ്രസീവ് ഫീച്ചേഴ്സ് കാണിക്കാൻ തുടങ്ങും. അതായത് വളരെ ലോ മൂഡായിരിക്കുക, ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല, എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാൻ തോന്നുക, കരച്ചിൽ വരിക, ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കാറുണ്ട്. ആങ്സൈറ്റി, വറി പോലെയുള്ള സിംറ്റംസ് കാണിക്കാറുണ്ട്. മാത്രമല്ല ഇമ്പൾസീവ് ബിഹേവിയേഴ്സ്, പെട്ടെന്ന് ദേഷ്യം വരിക, സാധനങ്ങൾ, അടുത്തുള്ള വസ്തുക്കളൊക്കെ നശിപ്പിക്കുക, സ്വയം ഉപദ്രവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സിൽ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ബിഹേവിയറൽ സിംറ്റംസ് അല്ലാതെ തന്നെ ഫിസിക്കൽ സിംറ്റംസും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സിൽ കാണുന്നുണ്ട്. അതിങ്ങനെയൊക്കെയാണ്: ഹാർട്ട് ബീറ്റ് കൂടുന്നു, വിറയൽ വരുന്നു, നംനെസ് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്പായി നിൽക്കുന്നു, ഇങ്ങനെ ഒരു പേടിച്ചരണ്ട പോലെ നിൽക്കുന്നു, വൊമിറ്റിങ്, ഹെഡ് ഏക്ക്, ഇങ്ങനെയുള്ള ഫിസിക്കൽ ഇൽനെസ്സുകളും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. പൊതുവേ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് വരുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വൈകുന്നതിന് കാരണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ ഒരു ലൈഫ് ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ബാക്കിയുള്ള ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർ പറയും, ഓക്കെ നീ കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഓക്കെ അത് ശരിയാവും, നിനക്കിപ്പോൾ അത് പറ്റാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നീ ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരെ കൂടുതൽ ആ സിറ്റുവേഷനിൽ തന്നെ നിർത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇതൊരു ലിമിറ്റേഷനാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 6 മാസക്കാലത്തോളം ആണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത്. പക്ഷേ അതിലും കൂടുതലായി കഴിഞ്ഞാൽ അത് വേറെ തരത്തിലുള്ള കാറ്റഗറിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. സപ്പോസ് ഇപ്പം ചിലപ്പോൾ ഡിപ്രഷൻ പോലെയുള്ള ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ആയിട്ട് പരിണമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇനിഷ്യലായിട്ട് കാണുമ്പോൾ തന്നെ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു ഇവാലുവേഷൻ, സൈക്കോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇടയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.